കേരളത്തിൽ നിന്നും നമ്മൾ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കുന്ന എം പിമാരായാലും രാജ്യസഭയിലേക്ക് പറഞ്ഞുവിടുന്ന എം പിമാരായാലും ഇതിൽ എത്ര എം പിമാർ പാർട്ടി ഭേദങ്ങൾ ഒന്നുമില്ലാതെ നോക്കിയാൽ പാർട്ടി ഭേദമന്യേ എത്ര എം പിമാർ കേരളത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ പോരാടുന്നു, പാർലമെൻറ്റിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു, സംസാരിക്കുന്നു, അതുപോലെ ഡൽഹിയിലെ അധികാര കേന്ദ്രങ്ങളിൽ ഇടപെട്ട് നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ മിക്ക എം പിമാരുടെയും പെർഫോമൻസ് ലെവൽ വളരെ താഴെയാണ്, മോശമാണ്. അപൂർവം ചിലർ മാത്രമാണ് മികവ് തെളിയിക്കുന്നത്. അവരുടെ ആ മികവിനെക്കുറിച്ചുള്ള പലപ്പോഴും റിപ്പോർട്ടുകൾ നമ്മൾ കാണാറുണ്ട്. ഇപ്പം ഏറ്റവും ഒടുവിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ എം പിമാരുടെ യോഗം വിളിച്ചു ചേർത്ത് പ്രതിപക്ഷ ഭരണ എം പിമാരുടെ BJP ഉൾപ്പെടെ വിളിച്ചു ചേർത്തിട്ട് വയനാടിനു വേണ്ടി ഇനിയും ശബ്ദമുയർത്തണം, കേന്ദ്രത്തിൽ സ്വാധീനം ചെലുത്തണം, അതിന് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പോകണം എന്ന് പറഞ്ഞ് തീരുമാനമെടുത്തു. അതുപ്രകാരം ഡൽഹിയിൽ കേരളത്തിലെ എം പിമാർ, വയനാട്ടിൽ നിന്നും ഇപ്പോൾ ജയിച്ചു വന്ന പ്രിയങ്ക ഗാന്ധി വദ്ര ഉൾപ്പെടെ കേന്ദ്രം വയനാട്ടിനെ ഇനി അവഗണിക്കരുത്, അടിയന്തരമായി സഹായം പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെടുകയും വളരെ വേഗം 1-2 ദിവസത്തിനകം തീരുമാനം അറിയിക്കാമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയേണ്ടി വരികയും ചെയ്ത സാഹചര്യം നമുക്കറിയാം. ഇതുവരെ അമിത്ഷാ കൃത്യമായി പറഞ്ഞിട്ടില്ല വയനാടിന് എന്ത് നൽകുമെന്ന്, എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇവിടൊക്കെ പ്രിയങ്ക ഗാന്ധിയുടെ ഇടപെടലും വന്നു. എന്നാൽ സുരേഷ് ഗോപി എം പിയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി ഈ എം പിമാരുടെ യോഗത്തിൽ പങ്കെടുത്തില്ല. കേന്ദ്രത്തിലെ ഈ നിവേദനം കൊടുക്കുന്നതിനോ കാണുന്നതിനോ ഉള്ളതിലൊന്നും സുരേഷ് ഗോപിയെ നമ്മൾ കണ്ടില്ല. അദ്ദേഹം പുതിയ സിനിമയുടെ ഷൂട്ടിങ്ങിലേക്ക് പോകുന്നു എന്നൊക്കെ വാർത്തകൾ വരുന്നു. പക്ഷേ വയനാട്ടിലെ ബാധിതർക്ക് വേണ്ടി എന്ത് ചെയ്തു സുരേഷ് ഗോപി എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. അദ്ദേഹം വീണ്ടും താടി വളർത്തുന്നു. അതാണ് മാധ്യമ വാർത്തകൾ, ഗോസിപ്പുകളല്ല, ഈ വളരെ രസകരമായ വാർത്തകൾ. സുരേഷ് ഗോപി വീണ്ടും താടി വളർത്തുന്നു. ഇടയ്ക്ക് താടി എടുത്തു, വീണ്ടും താടി വെച്ചത് സിനിമയിൽ അഭിനയിക്കാൻ അനുവാദം കിട്ടിയത് കൊണ്ടാണത്രേ. ഊഹാപോഹങ്ങൾ. സിനിമ, അദ്ദേഹത്തിൻ്റെ 250ാമത് സിനിമ വരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രോജക്റ്റാണ്. 25 കോടി ചെലവഴിച്ച് സിനിമ എടുക്കുന്നു. ഒറ്റക്കൊമ്പൻ എന്ന് പറയുന്ന സിനിമ, ഒറ്റക്കൊമ്പൻ 250ാം സിനിമ, അതിന് കേന്ദ്രം അനുമതി കൊടുത്തത് കൊണ്ട് സുരേഷ് ഗോപി താടി വയ്ക്കുന്നു എന്നൊക്കെയാണ് വാർത്തകൾ. അപ്പോൾ അത്തരം വാർത്തകൾ ഒരു വഴിക്ക് പൊക്കോട്ട്. പക്ഷേ കേന്ദ്രമന്ത്രിയും സഹമന്ത്രിയും തൃശ്ശൂർ എം പിയുമായ സുരേഷ് ഗോപി ഇത്തരം കാര്യങ്ങളിൽ എല്ലാ എം പിമാരുടെയും കൂടെ കേന്ദ്രത്തിലും തൻ്റെ സ്വന്തം സർക്കാരിലും സ്വാധീനം ചെലുത്താൻ ഒപ്പം ഉണ്ടാവണ്ടേ. പക്ഷെ സുരേഷ് ഗോപിയുടെ സാന്നിധ്യം അവിടെയൊന്നും കണ്ടില്ല. അപ്പോൾ എം പിമാരുടെ ഈ പറയുന്ന ഒറ്റക്കൊമ്പൻ ഷൂട്ടിംഗ് നടക്കട്ടെ, താടി വെച്ചെടുക്കട്ടെ, റിലീസാവട്ടെ, ആ പടം വിജയിക്കട്ടെ, നമുക്ക് വിരോധമൊന്നുമില്ല. സുരേഷ് ഗോപി വീണ്ടും സിനിമയിൽ അഭിനയിച്ചോട്ടെ, കേന്ദ്ര സർക്കാർ അനുമതിയും കൊടുത്തോട്ടെ. അദ്ദേഹത്തിന് വേറെയും പടങ്ങളുണ്ടെന്ന് പറയുന്നു, കേന്ദ്ര അനുമതി കൊടുക്കുമെന്ന് പറയുന്നു, കൊടുക്കില്ല എന്ന് പറയുന്നു, ഒക്കെ അത് വേറെ കാര്യം. പക്ഷെ ജനകീയ പ്രശ്നങ്ങളിൽ ഒരു എം പി, തൃശ്ശൂരിൻ്റെ എം പി, കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്തേക്ക് നിയമിക്കപ്പെട്ട എം പി, അവിടെ കണ്ടില്ല അദ്ദേഹത്തെ. പ്രിയങ്ക ഗാന്ധി വന്നു, അപ്പോൾ മറ്റ് പ്രതിപക്ഷ എം പിമാർ വന്നു, ഭരണപക്ഷക്കാർ വന്നു, എല്ലാവരും വന്നിടത്ത് എന്തുകൊണ്ട് സുരേഷ് ഗോപിയെ മാത്രം കണ്ടില്ല? അദ്ദേഹം ഒറ്റക്കൊമ്പൻ ആയതുകൊണ്ടായിരിക്കാം, ഒറ്റയ്ക്ക് പോയിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാവാം, ഞങ്ങൾക്കറിയില്ല. അദ്ദേഹം ഒറ്റയ്ക്ക് പ്രധാനമന്ത്രിയെ കണ്ടിട്ട് ഒറ്റക്കൊമ്പൻ ശൈലിയിൽ സഹായങ്ങൾ പ്രഖ്യാപിക്കുമായിരിക്കും. ആയിക്കോട്ടെ, നമ്മൾ കളക്റ്റീവായിട്ട് എം പിമാർ എന്ത് ചെയ്യണമെന്ന വിഷയമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഒറ്റയ്ക്ക് നേടുന്നത് ബോണസായിട്ടിരിക്കട്ടെ, കളക്റ്റീവായിട്ട് എന്ത് നേടും? ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയെ കൊണ്ട് പാർലമെന്റിൽ, രാജ്യസഭയിൽ വളരെ നല്ലൊരു മറുപടി പറയിക്കാൻ ജോൺ ബ്രിട്ടാസിന് കഴിഞ്ഞു. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗമായ ജോൺ ബ്രിട്ടാസിന് അതുകൂടി ചൂണ്ടിക്കാണിക്കുക, എങ്ങനെ ഇടപെടണം ഒരു മന്ത്രിയെ, ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന കേന്ദ്രമന്ത്രിയെ, വകുപ്പിനെ എങ്ങനെ ഒന്നിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണിത്. അപ്പം ജോൺ ബ്രിട്ടാസ് ചോദിച്ച ചോദ്യം എന്താണ്? കേരളത്തിലെ ദേശീയപാത വികസനം അതിപ്പോൾ ഒരു പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. അടുത്ത 1 വർഷത്തിനുള്ളിൽ ദേശീയപാത നിർമ്മാണം മുഴുവൻ പൂർത്തിയാകും. ഇപ്പോൾ തന്നെ പല റീച്ചുകൾ പൂർത്തിയായി കഴിഞ്ഞു. 80-90% പൂർത്തിയായത് ബാക്കി. അപ്പോൾ വളരെ വേഗത്തിലാണ് കേരളത്തിലെ ദേശീയപാത വികസനം, വീതി കൂട്ടൽ നടക്കുന്നത്. ഇതിന് കേരള സർക്കാർ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ആദ്യമായിട്ട് 6000-ഓളം കോടി രൂപ അതിന് മുടക്കി. നാഷണൽ ഹൈവേ, ദേശീയപാത വികസനത്തിന് സംസ്ഥാന സർക്കാർ പണം മുടക്കേണ്ടതില്ല. സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്ത് കൊടുത്താൽ മതി. മുടക്കേണ്ടത് കേന്ദ്രമാണ്, നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്.
പക്ഷേ കേരളത്തിൽ ഭൂമിക്ക് പൊന്നും വിലയാണ്, വില കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഭൂമി ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ദേശീയപാതയുടെ വീതി കുറച്ചപ്പോൾ, കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ അതിന് അനുകൂലമായിട്ട് നിന്നപ്പോൾ, ഇപ്പോൾ വന്ന പിണറായി സർക്കാർ, ഒന്നാം സർക്കാർ, അത് പറ്റില്ല, ദേശീയപാത വീതി കൂട്ടണം, മറ്റ് ദേശീയപാതകളെ പോലെ ചുരുങ്ങിയ ദേശീയപാത കേരളത്തിൽ വേണ്ട എന്ന നിലപാടെടുത്തപ്പോൾ എങ്കിൽ വസ്തു ഏറ്റെടുക്കാൻ കൂടുതൽ പണം സംസ്ഥാന സർക്കാരും മുടക്കണം, പദ്ധതിയുടെ 20% മുടക്കണമെന്ന് കേന്ദ്ര നിബന്ധന വെച്ചപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് അത് അംഗീകരിച്ച് നടപ്പാക്കിയ സർക്കാരാണ് കേരള സർക്കാർ. അപ്പോൾ ഈ തുക കേന്ദ്രം തരണമെന്നല്ല ബ്രിട്ടാസ് രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു. അദ്ദേഹം ആവശ്യപ്പെട്ടത് ഈ പറയുന്ന 6000-ഓളം കോടി രൂപ ദേശീയപാത വികസനത്തിന് മറ്റൊരു സംസ്ഥാനവും ചെയ്യാത്ത പോലെ കേരളം കേന്ദ്രത്തിന് തന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ തുക വായ്പ എടുക്കാനുള്ള പരിധിയിൽ നിന്ന് ഒഴിവാക്കണം, കടമെടുക്കാനുള്ള വായ്പാ പരിധിയിൽ നിന്നും ഇത് ഒഴിവാക്കണമെന്നാണ് ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ നിതിൻ ഗഡ്കരിയോട് ചോദ്യം ഉന്നയിച്ചത്. അതിന് നടപടി സ്വീകരിക്കുമോ എന്നാണ് കഴിഞ്ഞ ദിവസം. അപ്പോൾ കടമെടുപ്പ് പരിധിയിൽ നിന്നും ഈ തുക ഒഴിവാക്കിയാൽ കേരള വികസനത്തിന് 6000 കോടി രൂപയുടെ അധികമായിട്ട് കടമെടുക്കാൻ നമുക്ക് സാധിക്കും. അതൊരു വലിയ കാര്യമാണ്. കേരളത്തിലെ ഈ പറയുന്ന പ്രോജക്റ്റുകളൊക്കെ പൂർത്തിയാക്കണം, വിഴിഞ്ഞം പോലെ മറ്റ് പല പ്രോജക്റ്റുകളും. അപ്പോൾ നിതിൻ ഗഡ്കരി അതിന് ക്രിയാത്മകമായിട്ട് പറഞ്ഞ മറുപടി, കേരളത്തിൻ്റെ ഈ ആവശ്യം ന്യായമാണെന്ന് തോന്നുന്നു, ഇത് ഞാൻ അതിൻ്റെ ബന്ധപ്പെട്ട വകുപ്പിൽ, കേന്ദ്ര ധനകാര്യ വകുപ്പിലും മറ്റു വകുപ്പിലും ഞാനിത് ശ്രദ്ധയിൽപ്പെടുത്താം. എൻ്റെ അധികാരപരിധിയിൽ മാത്രം വരുന്ന വിഷയമല്ല. കടമെടുപ്പ് പരിധിയിൽ നിന്നും ഈ തുക 6000 കോടി രൂപയോളം ഒഴിവാക്കുന്നത് ഞാൻ വളരെ ക്രിയാത്മകമായിട്ട് ഫോളോ അപ്പ് ചെയ്യാമെന്ന് നിതിൻ ഗഡ്കരി ജോൺ ബ്രിട്ടാസിന് ഉറപ്പ് കൊടുത്തു രാജ്യസഭയിൽ. ഇങ്ങനെയാണ് MP-മാർ ഇടപെടേണ്ടത്. എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ അവിടുന്നൊക്കെ എങ്ങനെ കേരളത്തിന് നേട്ടമുണ്ടാക്കാൻ പറ്റുമെന്ന രൂപത്തിൽ ആ വിഷയങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിക്കുക, അത് നേടിയെടുക്കാൻ അത് ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഒരു MP-യുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. ഇപ്പം ഏറ്റവും ഒടുവിൽ ജോൺ ബ്രിട്ടാസിൻ്റെ ഈ ഇടപെടൽ എത്രമാത്രം അതിൻ്റെ ഫോളോ അപ്പ് എന്താവട്ടെ, അതിനെയും അംഗീകരിച്ച് കിട്ടുമെന്നൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ ഈ വിഷയങ്ങൾ ഉന്നയിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മൾ എന്തിനാണ് പാർലമെന്റിലേക്ക് പോകുന്നത് എന്നതാണ്. അവിടെ പോയിരുന്ന് ഉറക്കം തൂങ്ങിയാൽ മതിയോ? അവിടെ പോയിട്ട് പാർലമെന്റിലെ കാര്യങ്ങളിലെ ഭക്ഷണം മാത്രം കഴിച്ചാൽ മതിയോ? ഫയൽ പഠിച്ചിട്ട് അവിടെ പോയി ഇത് അവതരിപ്പിക്കാൻ കഴിയട്ടെ? അത് എത്ര പേർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ MP-മാർ അവരുടെ ധർമ്മം നിർവഹിക്കുന്നുണ്ടോ എന്നതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം.